ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ ഒരു ബോണ്ട റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബോണ്ട റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്. ഒരിക്കലും നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും അധികം എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ബീൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് എന്തായാലും കുറച്ചധികം എടുക്കാം കേട്ടോ. അതാണ് ഈ ബോണ്ടയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിത് ഇപ്പം തന്നെ ഉപ്പിട്ടിട്ട് വേവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിടാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിൽ ഉടനീളം ഞാൻ ചില ടിപ്സുകളൊക്കെ പറഞ്ഞുതരാം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇതങ്ങനെ ഇവിടെ നിന്ന് വേവട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇതിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ അളവിൽ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇഷ്ടമില്ല അത്ര ഇടാം കേട്ടോ, അതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അളവിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കൂടി ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള അതൊന്ന് ചെറുതായിട്ട് മുറിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് അതൊരല്പം സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കത് ഈ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇതങ്ങനെ അധികം കരിഞ്ഞു പോകരുത്, അപ്പോൾ പിന്നെ ടേസ്റ്റൊക്കെ ആകങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല. നമ്മൾ വെള്ളം കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 1/4 ഗ്ലാസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അധികം വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് നമ്മളത് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. മാത്രമല്ല ഒരുപാട് വെന്ത് പോകുമ്പോൾ അത് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഉടഞ്ഞ് പായസം പോലെയൊന്നും ആയിപ്പോകരുത്. ഒരല്പം കടിക്കാനൊക്കെ കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു പാകത്തിന് നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് കുറച്ചുകൂടി വേണമെന്നാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അധികമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകം ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മൈദപ്പൊടിയോ കടലപ്പൊടിയോ ഇനി ആട്ടപ്പൊടിയിലും തയ്യാറാക്കാം കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ അതൊരു കപ്പ് എടുക്കുക. സെയിം കപ്പിൽ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസിൽ, എന്നാലും നമ്മൾ ഈ കൂട്ട് തയ്യാറാക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്താൽ നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടി ഇടാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും പിന്നെ നല്ലൊരു കുറച്ചൊരു എരിവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് തയ്യാറാക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മാത്രമല്ല, വെള്ളം നിങ്ങൾ ഒരുമിച്ചെടുത്ത് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഡലിക്കൂട്ടിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ്. അധികം ലൂസായി പോകരുത്, എന്നാൽ അധികം നല്ല കട്ടിയാവാനും പാടില്ല. അപ്പോൾ ലൂസായി പോയിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് മസാലകളൊക്കെ ഈ ഒരു കൂട്ട് പിടിക്കാതെ അങ്ങായി പോവും. കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെന്നാണെങ്കിൽ വേവാതെയും വരും. അതുകൊണ്ടാണ് അതൊരു പാകത്തിന് തന്നെ നോക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് തന്നെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തണിഞ്ഞതിന് ശേഷം തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അതാവുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാണ് കൈയിട്ട് നമുക്കത് ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ വലിയ മാതിരി ആക്കുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ടി വരും കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ചെറിയ റൗണ്ടാണ് നമ്മൾ ആക്കിയെടുക്കുന്നതെങ്കിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ ഇത് നമ്മൾ മുക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ ഷേപ്പിൽ വരും. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങളിതിൻ്റെ ഉണ്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ബോൾ ഷേപ്പ് ആക്കിയാലും നമ്മളിത് മുക്കിയെടുക്കുമ്പോഴേക്ക് നിങ്ങൾക്കത് കുറച്ചുകൂടി വലുതാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മളിനി കയ്യിൽ എണ്ണ തടകി ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നമ്മൾ എണ്ണയിലാണല്ലോ ഇത് വറുത്തെടുത്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുക. പിന്നീട് നമുക്കിത് കുറച്ച് കൊടുക്കാം. നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ മാവിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. നമ്മുടെ ഈ ബോൾസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മാവ് നന്നായിട്ട് തന്നെ പിടിക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് പിടിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ പുറത്തേക്കൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തീ ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിത് ഇത്രയും നേരം ചൂടാക്കി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം തിരിച്ചിടാൻ നിൽക്കാതെ 1-2 എണ്ണ ഇട്ടതിന് ശേഷം അതിൻ്റെ മറുഭാഗം കൂടി ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ടാണല്ലോ വേവിച്ചെടുത്തത്, അതിന് പകരം നിങ്ങൾക്ക് ആവി പാത്രത്തിൽ പച്ചക്കറികൾ അരിഞ്ഞിട്ടിട്ട് വേവിച്ചെടുക്കുക കൂടി ചെയ്യാം. അതാകുമ്പോൾ നല്ല പാകത്തിന് തന്നെ കിട്ടും കേട്ടോ. വെള്ളം കൂടിപ്പോയി കുറഞ്ഞു പോയി ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊരു ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ കുക്കറിലാകുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി വേഗത്തിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബോണ്ടത ഒരുമാതിരി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഇട്ട 2 എണ്ണം ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുമല്ലോ.